അമേരിക്കയും ഇസ്രയേലും തൊടാൻ ഭയക്കുന്ന ഇറാന്റെ ചെറുദ്വീപ്. വടക്കൻ പേർഷ്യൻ ഗൾഫിലെ വെള്ളത്തിൽ സ്ഥിതി ചെയ്യുന്ന ചെറുതും എന്നാൽ തന്ത്രപരമായി പ്രധാനപ്പെട്ടതുമായ ഇറാന്റെ കാർക്ക് ദ്വീപ് മിഡിൽ ഈസ്റ്റ് സംഘർഷം രണ്ടാം ആഴ്ചയിലേക്ക് കടക്കുമ്പോഴും ഇസ്രായേൽ സൈന്യങ്ങളുടെ കൈകളിൽ നിന്ന് ഒഴിഞ്ഞുമാറി അത് സ്ഥിതി ചെയ്യുന്നു. പേർഷ്യൻ ഗൾഫിന്റെ നീലിമയിൽ ഒരു പടുകൂറ്റൻ എണ്ണക്കപ്പൽ പോലെ നിശ്ചലമായി കിടക്കുകയാണ് കാർക്ക്. ഭൂപടത്തിൽ വെറുമൊരു പൊട്ടുപോലെ തോന്നിക്കുമെങ്കിലും ലോകത്തിൻ്റെ സാമ്പത്തിക ഹൃദയമെടുപ്പ് നിയന്ത്രിക്കുന്ന ഒരു സ്വിച്ച് ബോർഡാണ് ഈ 20 ചതുരശ്ര കിലോമീറ്റർ മണ്ണ്. കർശനമായ സൈനിക നിയന്ത്രണം കാരണം വിലക്കപ്പെട്ട ദ്വീപ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. കടൽക്കാറ്റിൽ ഉപ്പിൻ്റെ ഗന്ധത്തേക്കാൾ കൂടുതൽ അവിടെ എണ്ണയുടെ മണമാണ്. ദശലക്ഷക്കണക്കിന് ബാരൽ കറുത്ത സ്വർണം ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് ഈ ദ്വീപിൻ്റെ ഞരമ്പുകളിലൂടെ ലോകത്തിൻ്റെ വിവിധ കോണുകളിലേക്ക് പ്രവഹിക്കുന്നു. ഇറാന്റെ ശ്വാസമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ കൊച്ചു ദ്വീപിന് കാവലായി നിൽക്കുന്നത് അത്യാധുനിക മിസൈലുകളല്ല, മറിച്ച് ലോകം ഭയക്കുന്ന ഒരു സാമ്പത്തിക ദുരന്തത്തിൻ്റെ നിഴലാണ്. ഇസ്രയേലിൻ്റെ യുദ്ധവിമാനങ്ങൾ ആകാശത്ത് വട്ടമിടുമ്പോഴും പെൻറ്റഗണിലെ കൺട്രോൾ റൂമുകളിൽ ഭൂപടങ്ങൾ ചർച്ചയാകുമ്പോഴും കാർക്ക് മാത്രം ഒരു നിഗൂഢമായ ശാന്തതയിലാണ്. ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ 90% നിയന്ത്രിക്കുന്ന ഈ ദ്വീപിനെ ഒരു മിസൈൽ കൊണ്ട് തകർക്കുക എന്നത് ഏതൊരു സൈന്യത്തിനും നിസ്സാരമാണ്. എന്നാൽ ആ ഒരൊറ്റ സ്ഫോടനം സൃഷ്ടിക്കുന്ന തിരമാലകൾ വാഷിംഗ്ടണിലെയും ലണ്ടനിലെയും ടോക്കിയോയിലെയും വിപണികളെ തകർത്തെറിയുമെന്ന് അവർക്കറിയാം. കാർഗിലെ ഒരു എണ്ണ ടാങ്ക് കത്തിയാൽ അതിൻ്റെ ചൂട് അനുഭവപ്പെടുന്നത് ലോകമെമ്പാടുമുള്ള സാധാരണക്കാരൻ്റെ പോക്കറ്റിലായിരിക്കും. പെട്രോൾ പമ്പുകളിലെ വിലസൂചികകൾ ഭ്രാന്തമായി മുകളിലേക്ക് കുതിക്കുന്ന ആ നിമിഷം ലോകം ഒരു വലിയ സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ ഇരുട്ടിലേക്ക് വീഴും. യഥാർത്ഥത്തിൽ കാർക്ക് ദ്വീപിന് ചുറ്റും ഇറാൻ തീർത്തിരിക്കുന്നത് ഒരു സാമ്പത്തിക ചാവേർ വലയമാണ്. തങ്ങളുടെ നിലനിൽപ്പിൻ്റെ ആധാരമായ ഈ ദ്വീപ് ആക്രമിക്കപ്പെട്ടാൽ ഹോർമുസ് കടലിടുക്കിലെ ഇടുങ്ങിയ പാത ഇറാൻ ഉപരോധിക്കുമെന്ന് ലോകം ഭയക്കുന്നു. സമുദ്രത്തിലെ ആ ഇടുങ്ങിയ ഇടുക്കിലൂടെയാണ് ലോകത്തെ എണ്ണക്കപ്പലുകളുടെ വലിയൊരു ഭാഗം കടന്നു പോകുന്നത്. ആ പാതയടഞ്ഞാൽ ലോകം ഇതുവരെ കാണാത്ത വലിയൊരു ഊർജ്ജ പ്രതിസന്ധിക്ക് അത് തുടക്കമിടും. സൗദി അറേബ്യയുടെയും UAEയുടെയും എണ്ണക്കപ്പലുകൾ കടലിൽ നിശ്ചലമാകും. ഫാക്ടറികൾ അടച്ചുപൂട്ടും. വിമാനങ്ങൾ നിലത്തിറങ്ങും. ഇതൊരു യുദ്ധമല്ല, മറിച്ച് ആഗോളതലത്തിലുള്ള ഒരു ആത്മഹത്യാപരമായ നീക്കമായിരിക്കുമെന്ന് അമേരിക്ക തിരിച്ചറിയുന്നു. ചൈന എന്ന വൻ ശക്തിയുടെ സാന്നിധ്യം ഈ കഥയിലെ മറ്റൊരു നിർണായക വശമാണ്. ഇറാന്റെ എണ്ണയുടെ ഏറ്റവും വലിയ ഉപഭോക്താവായ ചൈനയെ സംബന്ധിച്ചിടത്തോളം കാർക്ക് അവരുടെ ഊർജ്ജ സുരക്ഷയുടെ കേന്ദ്രമാണ്. അവിടെ വീഴുന്ന ഓരോ ബോംബും ബീജിങ്ങിനെ ചൊടിപ്പിക്കും. പശ്ചിമേഷ്യയിലെ ഒരു പ്രാദേശിക തർക്കം നിമിഷനേരം കൊണ്ട് വൻ ശക്തികൾ തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലായി മാറാൻ ഈ ദ്വീപ് മതിയാകും. അതുകൊണ്ട് തന്നെയാണ് ഇത്രയേറെ പ്രകോപനങ്ങൾ ഉണ്ടായിട്ടും ഇസ്രായേലിൻ്റെ പോർ വിമാനങ്ങൾ കാർഗിന് മുകളിൽ ബോംബുകൾ വർഷിക്കാതെ മടങ്ങിപ്പോകുന്നത്. ഒടുവിൽ കാർക്ക് ദ്വീപ് വെറുമൊരു മണ്ണല്ലെന്ന് ലോകം തിരിച്ചറിയുന്നു. അത് ആഗോള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ചെക്ക്മേറ്റ് ആണ്. തോക്കുകൾക്കും മിസൈലുകൾക്കും മുകളിൽ സമ്പദ് വ്യവസ്ഥയുടെ അതിശക്തമായ ചങ്ങലകൾ കാർഗിനെ സംരക്ഷിക്കുന്നു. യുദ്ധകാഹളങ്ങൾക്കിടയിലും ആ ദ്വീപ് ശാന്തമായി തുടരുന്നത് അതിൻ്റെ കരുത്തുകൊണ്ടല്ല, മറിച്ച് അത് തകർന്ന ലോകം താങ്ങേണ്ടി വരുന്ന ഭയാനകമായ വിലയെ എല്ലാവരും ഭയപ്പെടുന്നത് കൊണ്ടാണ്.